ഏറ്റവും പ്രധാനം നമ്മൾ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞു തുടങ്ങിയ വാർത്തയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി VDS അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ തന്നെ ഓഫീസിൽ വച്ചാണ് കൂടിക്കാഴ്ച നടക്കുക. സന്ദർശനത്തിനു ശേഷം ഉച്ചയ്ക്ക് 2:30 കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെയും മുഖ്യമന്ത്രി കാണുന്നുണ്ട്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്നതടക്കം ചർച്ചയാകുമെന്നാണ് വിവരം. ശരത്ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് നിലവിൽ കേരള ഹൗസിലുള്ള മുഖ്യമന്ത്രി VD സതീശൻ സേവാതീർത്ഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തുന്നു. ഒരു പുതിയ സർക്കാരാണ്, ഒരു പുതിയ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വാനോളമാണ്. അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. പക്ഷേ ഈ കാണാൻ പോകുന്ന വിഷയങ്ങളുടെ അജണ്ട PMO ഓഫീസിൽ നിന്നും അങ്ങനെ വന്നിട്ടില്ല. അതേപോലെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എന്തൊക്കെ വിഷയങ്ങളിൽ ചർച്ച നടക്കാനാണ് ശരത്ത് സാധ്യതയുള്ളത്? ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ കടമെടുപ്പ് പരിധി അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചർച്ചയാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? രണ്ടാമത്തേത്, കർത്തവ്യപഥിൽ പോയി ഇന്ന് തന്നെ നിർമ്മല സീതാരാമനുമായും സംസാരിക്കുമെന്നറിയുന്നു. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകും? ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. കേരളത്തെ സംബന്ധിച്ചോളം നിർണായകം എന്ന് തന്നെ പറയേണ്ടതും അടുത്ത 5 വർഷത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവർ തമ്മിലുള്ള അല്ലെങ്കിൽ എന്തായിരിക്കും അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പോക്ക് എന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ഇന്നത്തെ ചർച്ചകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സേവാതീർത്ഥി PM-ൻ്റെ ഓഫീസിൽ വെച്ച് 11:15 കൂടിക്കാഴ്ച. 15 മിനിറ്റ് സമയമാണ് PMO കേരള മുഖ്യമന്ത്രിക്ക് അനുവദിച്ചിരിക്കുന്നത്. അത് കേഴ്സി കോളിനേക്കാൾ കൂടുതൽ. സാധാരണ ഒരു മുഖ്യമന്ത്രി കേഴ്സി കോളിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നു, ഒരു ഷാൾ അണിയിക്കുന്നു, അല്ലെങ്കിൽ ബൊക്ക കൊടുക്കും, തിരിച്ചു വരുന്നു. അതിനപ്പുറം 10 മിനിറ്റ് എക്സ്ട്രാ, അതായത് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള മോദി സർക്കാരുമായുള്ള VD സതീശൻ സർക്കാരിൻ്റെ നയം എന്തായിരിക്കുമെന്ന് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കപ്പെടും. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ പാർട്ടിയുടെ നയങ്ങൾ അത് എങ്ങനെയായിരിക്കണം, പാർട്ടിയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും അല്ലെങ്കിൽ മോഡിയായിട്ടുള്ള സമീപനം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ രാഹുൽ, പ്രിയങ്ക, സോണിയാഗാന്ധിയുമായിട്ടും ഖാർഗെയുമായും ചർച്ച നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട നീണ്ട പട്ടിക തന്നെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ പെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ കിടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കടമെടുപ്പ് പരിധി. അതിൻ്റെ കാര്യത്തിനാണ് നിർമ്മല സീതാരാമനെ കാണുന്നത്. അതുപോലെ തന്നെ GST റവന്യൂ വരുമാനമുണ്ട്. അതുപോലെ നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഭൂമി ഏറ്റെടുത്ത നാഷണൽ ഹൈവേക്ക് അതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കാറുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിരവധി നിവേദനങ്ങളും നിരവധി ആവശ്യങ്ങളും നിർമ്മല സീതാരാമൻ്റെ മുമ്പിൽ വെക്കാനുണ്ട്. ഇതിലുപരി കേരളത്തിലെ പ്രധാനപ്പെട്ട ആവശ്യമായ എയിംസ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമോ, നിർമ്മല സീതാരാമൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമോ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചോളം വളരെ ടൈറ്റ് ലിപ്ഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ ഓഫീസും അതേപോലെ തന്നെ VD സതീശൻ്റെ ഓഫീസും അല്ലെങ്കിൽ VD സതീശന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ കാര്യത്തിൽ കൂടിക്കാഴ്ചയിൽ അജണ്ട എന്താണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സൂചനയും നൽകിയിട്ടില്ല. നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ, ചീഫ് സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, അങ്ങനെ വിവിധ വകുപ്പ് മേധാവികളിലെ പ്രധാനപ്പെട്ട സെക്രട്ടറിമാരൊക്കെ തന്നെ കേരള ഹൗസിലുണ്ട്. കേരള ഹൗസിൽ 12ഓളം IAS ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ എന്ന് പറയണം. എന്നാൽ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് 2 ഉദ്യോഗസ്ഥന്മാർക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും അതേപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ ഇത്രയും 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണ് മുഖ്യമന്ത്രിയുടെ കൂടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്ത് പോകാനുള്ള അനുവാദമുള്ളൂ. എന്നാൽ നിർമ്മല സീതാരാമുമായിട്ട് കൂടിക്കാഴ്ചയിൽ 4 ഉദ്യോഗസ്ഥർ, നമുക്ക് റെസിഡന്റ് കമ്മീഷണർ അടക്കം ARC അടക്കമുള്ള 4 ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിർണായക ഒരു ചർച്ച എന്ന് വേണം നമുക്കിതിനെ ശ്രീലക്ഷ്മി കാണാൻ. എങ്ങനെയായിരിക്കും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ? അത് CPM പിണറായി സർക്കാരുമായുള്ള തുടർന്ന് അതേ ബന്ധമായിരിക്കുമോ, അല്ലെങ്കിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടലിനായിരിക്കും ഇന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ മനസ്സിലാവും. നാളെ CM ആഭ്യന്തരമന്ത്രി അമിത്ഷായും കാണുമെന്ന് അറിയുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള ധാരണ അല്ലെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കണ്ട ശേഷമായിരിക്കും അത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് ലഭിക്കുക. നാളെ ആഭ്യന്തരമന്ത്രിയെ കാണുന്നുണ്ടാവാം. അത് സംബന്ധിച്ച് പ്രൈം മിനിസ്റ്ററായിട്ട് കണ്ട ശേഷം മാത്രമാണ് ആഭ്യന്തരമന്ത്രി കാണുന്നത്. അത് സംബന്ധിച്ച സമയം, അത് സംബന്ധിച്ച വ്യക്തത നമുക്ക് ഇതുവരെ